ഷോ ഇനി ഇവിടെ തപ്പാൻ ഒരു സ്ഥലവും ബാക്കിയില്ല. അലമാര മുഴുവൻ തപ്പി. പിന്നെ ഇതെവിടെ പോയതാ? ഞാനെല്ലാം ഒരുമിച്ച് തന്നെയാണല്ലോ വെച്ചത്. പിന്നെ അത് മാത്രം എങ്ങനെ മിസ്സായി? ഇതൊരു കഷ്ടാണ്. അമ്മേനെ വിളിച്ചു ചോദിച്ചപ്പോ വീട്ടിലില്ലാന്ന് പറഞ്ഞു. ദൈവമേ, ഇത് പിന്നെ എവിടെ പോയി? എന്താണ് തെരഞ്ഞോണ്ടിരിക്കുന്നത്? ഇതിൽ പോയോ? എന്റെ വള കാണുന്നില്ല. ഞാൻ ബാക്കി ഓർണമെന്റ്സിനോട് ഷെൽഫിൽ വെച്ചതാ. ഇനി തിരയാൻ ഒരു സ്ഥലമില്ല ബാക്കി. എവിടെ വെച്ചൊന്നും ഒരു പിടുത്തം കിട്ടുന്നില്ലല്ലോ. ഓ, അതാണോ? നീ ടെൻഷൻ അടിക്കുന്നു വേണ്ട. ആ ഷെൽഫിൽ വെച്ച 2 വളയല്ലേ, അത് ഞാനൊരു ആവശ്യത്തിന് വേണ്ടി എടുത്താ. എന്നോട് ചോദിക്കാനുണ്ടോ? എന്താവശ്യത്തിന്? എടാ, അത് വേറൊന്നല്ല. നമ്മുടെ കല്യാണ സമയത്തെ ബിസിനസ് ഒക്കെ ഒന്ന് ഡൗൺ ആയി, ഫിനാൻഷ്യലി കുറച്ച് പ്രോബ്ലം ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പെങ്ങളെ കയ്യിൽ നിന്ന് അവിടെ 2 വള വാങ്ങിയിട്ടാണ് നിനക്ക് താലി ചെയിൻ വാങ്ങിയത്. കല്യാണ ശേഷം കൊടുക്കാന്നുള്ള ഉറപ്പിലാണ് ഞാൻ വാങ്ങിയത്. അല്ലെങ്കിലും വേറൊരാളുടെ കയ്യിലുള്ള സ്വർണ്ണം നമ്മൾ വാങ്ങിയിട്ട് കൊടുക്കാണ്ടിരിക്കുന്നത് മോശമല്ലേ. അപ്പൊ ഞാൻ നിന്റെ 2 വള എടുത്തിട്ട് ജ്വല്ലറി കൊണ്ടേ കൊടുത്തിട്ട് അവളെ കയ്യിൽ നിന്ന് വാങ്ങി അതേ മോഡൽ 2 വള എടുത്ത് അവക്ക് കൊണ്ടേ കൊടുത്തിട്ട് ഞാൻ ഇങ്ങോട്ട് വരിക. ഞാൻ ഇയാളോട് പറയാണ്ട് സ്വർണം കൊണ്ടുപോയത് നല്ല മനപ്രയാസം ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ പറഞ്ഞുകൊണ്ട് എടുക്കാനുള്ള ഒരു അവസ്ഥയിലല്ലായിരുന്നു ഞാൻ. പിന്നെ എന്റെ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കാൻ കഴിവുള്ള ഒരു ഭാര്യയാണല്ലോ, ആ ഒരു വിശ്വാസം എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് കൊടുത്തു വന്നിട്ട് പിന്നെ എപ്പോഴെങ്കിലും പറയാന്ന് വിചാരിച്ചത്. എന്നാൽ എന്നോടൊന്ന് പറഞ്ഞിട്ടെടുക്കായിരുന്നു. ഞാൻ ഒരുപാട് ടെൻഷൻ അടിച്ചു പോയി. ഇവിടെ എല്ലാം നോക്കിയിട്ട് കാണാൻ ചെയ്യാണ്ട് വീട്ടിലേക്കൊക്കെ വിളിച്ചു ചോദിച്ചു. അല്ല, ബിസിനസ്സിൽ അത്രമാത്രം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ? പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ? അതോ പ്രശ്നങ്ങളേ ഉള്ളൂ. ഒന്നാമത് സ്ഥല കച്ചവടം. ഞങ്ങൾ 2-3 പേരുണ്ടായിരുന്നു. കുറച്ച് സ്ഥലത്തിന് അഡ്വാൻസ് ഒക്കെ കൊടുത്തു. അതിൻ്റെ ഇടയ്ക്ക് ഒരുത്തൻ എന്ത് ചെയ്തു, ആ പൈസ എടുത്തുകൊണ്ട് മുങ്ങി. പിന്നെ ഈ പരിപാടി ചെയ്യാൻ എനിക്ക് വലിയ ത്രില്ലൊന്നും ഉണ്ടായിരുന്നു. അപ്പോഴല്ലേ നമ്മുടെ കല്യാണം. പിന്നെ ഞാൻ അമ്മയോട് ചോദിച്ചു എന്താ ചെയ്യാം. താലിമാല വാങ്ങാൻ പോലും പൈസ ഉണ്ടായിരുന്നില്ല. പിന്നെ അമ്മ എന്നോട് പറഞ്ഞു, സ്വന്തം പെങ്ങളല്ലേ, അവളുടെ വല്ല വളയോ മാല എന്തെങ്കിലും എടുത്ത് എന്തെങ്കിലും ചെയ്യുന്നു. അങ്ങനെയാണ് ഞാൻ പെങ്ങളുടെ 2 വള വാങ്ങിയിട്ട് സ്വർണ്ണക്കടയിൽ കൊടുത്ത് അത് താലിമാല ആക്കിയത്. അതാണ് ഇപ്പൊ ഇയാളുടെ കഴുത്തിൽ കിടക്കുന്നത്. പിന്നെ എന്തൊക്കെ പറയുകയാണെങ്കിലും നമ്മൾ കൂടപ്പുറപ്പാണെങ്കിലും വാങ്ങിയ സാധനം തിരിച്ചു കൊടുക്കണ്ടേ? അല്ലെങ്കിൽ പിന്നെ അവരെ മുഖം നമ്മൾ കണ്ടോണ്ടിരിക്കും. അത് മാത്രമല്ല, ഇപ്പൊ നമ്മൾ അവിടെ പോകുമ്പോൾ ഇയാൾ കൂടെ അതൊരു മോശമല്ലേ. അതാ പിന്നെ ഞാനിങ്ങനെ ചെയ്യും. ഇയാൾക്ക് വിഷമാണെങ്കിൽ ഞാൻ പൈസ എവിടുന്നേലും അറേഞ്ച് ചെയ്തിട്ട് അത് വാങ്ങിത്തരാം. അയ്യോ, അതിന്റെ ഒന്നും ആവശ്യമില്ല. ഏട്ടന്റെ വിഷമങ്ങൾ എന്റെയും കൂടി വിഷമങ്ങളല്ലേ. എനിക്ക് മനസ്സിലാവും ഇതൊക്കെ. വളയെടുത്തതിൽ എനിക്ക് വിഷമമൊന്നുമില്ല. ഹാവു, സമാധാനായി. ഈ കാര്യം കേൾക്കുമ്പോൾ ഇയാളുടെ മുഖം വാടുന്ന ടെൻഷനായിരുന്നു എനിക്ക്. ഇപ്പൊ എന്തായാലും അത് പോയി കിട്ടി. നമുക്കേ പുറത്തുനിന്നൊരു കുഴിമന്തി കഴിച്ചിട്ട് വന്നാലോ? ഞാൻ ഒന്ന് വീട്ടിലേക്ക് വിളിച്ചു വരട്ടെ അതിന് മുമ്പ്, അല്ലെങ്കിൽ അമ്മ ടെൻഷൻ അടിക്കും. ആ, എന്നത്ര വൈകാറുണ്ട് മോളെ ജോലി കഴിഞ്ഞ് വരുമ്പോ? ആ, ചില ദിവസങ്ങൾ ഇതിനേക്കാളും വൈകാറുണ്ട്. ഒന്നാമത് ആ സ്റ്റോപ്പിൽ ബസ് നിർത്തില്ല. പിന്നെ മഴയും അല്ലേ, നല്ല തിരക്കായിരിക്കും. ഇന്ന് എന്തോ ഭാഗ്യത്തിന് നിർത്തി. നല്ല തിരക്കുണ്ടായിരുന്നു, പക്ഷെ കയറി ഇങ്ങോട്ട് വന്നു. വേറെ വഴിയില്ലല്ലോ. എന്തിനാ അത്ര കഷ്ടപ്പെട്ട് ബസ്സിലൊക്കെ വരാൻ നിൽക്കുന്നു? ഒരു സ്കൂട്ടി വാങ്ങിച്ചോളൂ മോളെ. അയ്യോ, അതിനൊക്കെ ഒരുപാട് പൈസ വരും വെച്ചാ. അതൊന്നും ഇപ്പൊ ആകില്ല. മോൾക്ക് ശമ്പളം കിട്ടുന്നില്ലേ? ജോലി ചെയ്ത കുട്ടികളുടെ ഫോട്ടോ നോക്കാം. ഒരു 10,000-20,000 കൊടുത്താൽ വണ്ടി എടുക്കും. പിന്നെ കുറച്ച് അടച്ചു കൊടുത്തൂടെ? അതൊന്നും ശരിയായില്ല വെച്ചാ. മാസം കിട്ടുന്ന ശമ്പളത്തിന്ന് 10,000-20,000 ഒക്കെ മാറ്റാന്ന് പറഞ്ഞാൽ അതൊന്നും ഇപ്പൊ നടക്കില്ല. പിന്നെ എല്ലാ മാസവും EMI അടയ്ക്കണ്ടേ, അത് നല്ലൊരു തുക ഉണ്ടാകില്ലേ. അതൊന്നും ഇപ്പൊ എന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല. ആദ്യം മോളെ അങ്ങനെ പറയുന്നത്. നിങ്ങൾ 2 ജോലിക്ക് പോകുന്നില്ലേ? പിന്നെ വാപ്പൊരു ചെറിയ കുഞ്ഞുണ്ട്. പിന്നെ ഇപ്പൊ ഇത്ര ബുദ്ധിമുട്ട് വരാനുള്ളത്? അത് വേറെ കുറച്ച് ആവശ്യങ്ങളൊക്കെ ഉണ്ട് അച്ഛാ. അച്ഛനിപ്പോ ചായ കുടിക്കേ? അല്ല, എവിടെയും നല്ല സ്ഥലം നോക്കി വെച്ചിട്ടുണ്ടോ? അത് വാങ്ങാൻ വേണ്ടി പ്ലാൻ ഉണ്ടോ? ഏയ് ഇല്ല അച്ഛാ, അങ്ങനെ സ്ഥലം വാങ്ങാനുള്ള പ്ലാനൊന്നും ഇല്ല. കല്യാണം കഴിഞ്ഞ് കുറച്ചല്ലേ ആയിട്ടുള്ളൂ, അതിനുള്ള ഇത്രയും ബുദ്ധിമുട്ടായിരുന്നു. ഞാനെടുത്ത സ്കൂട്ടറില്ലേ, അത് മോൾ കൊണ്ടുവന്നു. അതൊന്നും വേണ്ട അച്ഛാ. അത് ഞാൻ കല്യാണത്തിന് മുമ്പ് അച്ഛന് വേണ്ടി വാങ്ങി തന്നല്ലേ. അത് അവിടെ തന്നെ ഇരിക്കട്ടെ. നോക്കട്ടെ, എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ വാങ്ങാൻ നോക്കാം. ശരി മോൾ, ഞാൻ ഇറങ്ങട്ടെ. കുറച്ചു നേരം കൂടി കഴിഞ്ഞിട്ട് പോയാ പോരച്ചാ. പോയിട്ട് 1-2 കാര്യമില്ല. ഒന്ന് പറയണേ. ശരി.
ദിനുവേട്ടാ, ഇന്ന് അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇന്ന് തന്നെ പോയോ? നിനക്ക് നിൽക്കാൻ പറഞ്ഞുകൂടായിരുന്നോ? അച്ഛൻ എന്തൊക്കെയോ തിരക്കുണ്ട് അത്ര പോയിട്ട്, അതുകൊണ്ട് പോയതാ. ഞാൻ പറഞ്ഞതാ നിൽക്കാൻ. പിന്നെ അച്ഛൻ ചോദിക്കുക, ഞാൻ എന്തിനാ ഇങ്ങനെ ബസ്സിൽ ഓഫീസിൽ പോയിട്ട് വരണേ, എനിക്കൊരു സ്കൂട്ടർ വാങ്ങിക്കൂടെന്ന്. ഞാനും കുറെ വിചാരിക്കുന്നു ഒരു സ്കൂട്ടർ വേണമെന്നൊക്കെ. ഇതിപ്പോ നല്ല തിരക്കായിരിക്കും ഓരോ ദിവസവും. എത്ര കഷ്ടപ്പെട്ടാന്നറിയോ, രാവിലെ ഇവിടുന്ന് തിക്കി തിരക്കി പോണതും പിന്നെ തിരിച്ച് ബസ്സിൽ വരുന്നതൊക്കെ. ഇന്ന് തന്നെ ഇവിടെ എത്തുമ്പോഴത്തേക്ക് മനുഷ്യന് ശ്വാസം മുട്ടിപ്പോയി. ഈ മാസം ശമ്പളം കിട്ടുമ്പോഴേ ഞാനൊരു സ്കൂട്ടർ എടുത്തോട്ടെ. അയ്യോ, ഈ മാസം തന്നെ നിനക്ക് വാങ്ങണം? നമുക്കൊരു 10-12 മാസം കഴിഞ്ഞിട്ട് വാങ്ങിയ പോരെ? 10-12 മാസോ എന്ന് വെച്ചാൽ 1 വർഷം കഴിഞ്ഞിട്ടോ? അതെന്തിനാ അത്രയും സമയം? ഇതിപ്പോ ഒരു 20,000 അങ്ങനെ 25 അങ്ങനെ എന്തെങ്കിലും അടച്ചാൽ മതി. പിന്നെ ബാക്കി നമുക്ക് EMI ഇടാം. അതിപ്പോ അടുത്ത മാസം ശമ്പളം കിട്ടുമ്പോ അതൊന്ന് കൊടുത്താ പോരെ? അതെനിക്കറിയാം, 20-25 കൊടുത്ത സാധനം നമുക്ക് അപ്പൊ തന്നെ വീടെത്തിക്കാൻ പറ്റും. പക്ഷെ അതല്ലല്ലോ പ്രശ്നം. നിനക്ക് നമ്മുടെ അശോകൻ അറിയാം, കൂലി നടത്തുന്നത്. അവനെ ഞാൻ രാവിലെ കണ്ടിട്ടുണ്ടായിരുന്നു. അവൻ എന്നോട് ചോദിച്ചൊരു കുറി ഉണ്ട് ചേരുന്നോന്ന്. ഞാൻ ആദ്യം പറഞ്ഞു, നിന്റെ ശമ്പളം ഒറ്റ പ്രതീക്ഷയിലാണ് ഞാൻ അവനോട് കുറി ചേരാന്ന് പറഞ്ഞത്. അപ്പൊ നമുക്ക് ഈ കുറിയും ബൈക്കും രണ്ടും കൂടെ അങ്ങനെ ഒന്നിച്ചു കൊണ്ടുപോകാൻ പറ്റൂല. ഞാൻ പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല, അത് പിന്നെ നിനക്ക് ബുദ്ധിമുട്ടാവും, അതുകൊണ്ടാ. അതല്ല, ഇതിപ്പോ കുറിയല്ലേ, അത് പിന്നെയും ചേരാലോ. ഒരു 3-4 മാസം കഴിഞ്ഞിട്ട് വേറെ ഏതെങ്കിലും കുറി ഉണ്ടാവില്ല, അതിന് ചേർന്നാ പോരെ? ആ, അതാണ് പോയിന്റ്. സംഭവം നിനക്ക് പിടികിട്ടിട്ടില്ല. ഇതിപ്പോ എന്താണെന്നറിയോ, നമ്മൾ 25,000 രൂപ വെച്ച് മാസം അടച്ചാൽ 1 വർഷത്തേക്ക്, അതായത് 12 മാസത്തേക്ക് ഏകദേശം ഒരു 2.5-3 ലക്ഷം രൂപ കൈ കിട്ടും. പക്ഷെ നമ്മൾ ലാസ്റ്റ് വരെ വെയിറ്റ് ചെയ്യുന്നില്ല. ഈ മാസം അടയ്ക്കുന്നു, അടുത്ത മാസം പൈസ എടുക്കും. അത് വേറൊന്നല്ല, ഞാനേ ഒരുത്തന്നെ 2.5 ലക്ഷം രൂപയുണ്ട്. അതവൻ എങ്ങനെയും തിരിച്ചു കൊടുക്കും. അവനാണെങ്കിൽ അലമ്പ് ചെന്നാൻ എവിടെ കണ്ടെങ്കിലും ഏട്ടാ പൈസ പൈസ എന്ന് ചോദിച്ചോണ്ടിരിക്കും. ഇത് ഭയങ്കര നാണക്കേടാണ് നാട്ടുകാരെ മുന്നിൽ. അതൊന്ന് കൊടുത്തു ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് സമാധാനത്തിന് അവിടെ നടക്കാലോ. അതിനു വേണ്ടിയിട്ടാ. അപ്പൊ ഈ അടുത്തൊന്നും സ്കൂട്ടർ വാങ്ങുന്ന കാര്യം നോക്കണ്ട അല്ലേ? അങ്ങനെയല്ലല്ലോ, 1 വർഷം ദാന്ന് പറഞ്ഞിട്ട് പോവില്ലേ, അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ഒന്ന് 2 3 4 5 6 7 8 9 10 5,000. കഴിഞ്ഞ ആഴ്ച മാറ്റി വെച്ചത് 20. അതിന് മുമ്പ് ഒരു 10 ഉണ്ട് കയ്യില്. കൊറേ പൈസ ഒക്കെ ഉണ്ടല്ലോ കയ്യില്. കൊറേ പൈസയൊന്നും ഇല്ല. ഓരോ മാസം ശമ്പളം കിട്ടുമ്പോഴേ ഇവിടെയുള്ള എല്ലാ ആവശ്യങ്ങളും കഴിഞ്ഞ് കുറച്ച് മിച്ചം പിടിച്ചതാ. ഇതിപ്പോ 5-8 മാസം കൂടിയിട്ട് ആകെ പിടിക്കാൻ പറ്റിയത് ഒരു 35,000 രൂപ. 35,000 രൂപ കൈ പിടിക്കാന്ന് പറഞ്ഞാൽ ഇത് വലിയ കാര്യമല്ലേ? ഞാനൊക്കെ ഒരു 5,000 രൂപ പോക്കറ്റിലിട്ട് നടന്ന കാലം മറന്നു. എന്തായാലും കയ്യിലിങ്ങനെ സേവിങ്സ് ഉള്ളത് നന്നായി. ഇതൊക്കെ നമുക്ക് എന്തായാലും കാര്യത്തിൽ ഉപകരിക്കുക. എന്റെ 1 മാസം ശമ്പളമായി 35,000 രൂപ. കല്യാണത്തിന് മുമ്പേ ഒരു 5,000 രൂപ ചെലവിനെടുത്തിട്ട് ബാക്കി 30,000 ഞാൻ സേവ് ചെയ്യായിരുന്നു. ഇപ്പോ ഒരു 35,000 രൂപ സേവിങ്സ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് 8 മാസം എനിക്ക് കാത്തിരിക്കേണ്ടി വന്നു. കല്യാണത്തിന് മുമ്പ് നമുക്ക് വലിയ ചെലവൊന്നുമില്ലല്ലോ. അവന് എത്ര രൂപ വേണമെങ്കിലും സേവ് ചെയ്യാം. പക്ഷെ കല്യാണം കഴിഞ്ഞ ഉത്തരവാദിത്തങ്ങൾ കൂടുതലല്ലേ? പിന്നെ ഇതന്നെ കയ്യിലുള്ളത് വലിയ കാര്യമാണ്. അല്ല, ഇപ്പൊ പൈസ കൊണ്ട് വല്ല അത്യാവശ്യം ഉണ്ടോ? ഇല്ല. എന്താവശ്യം? നാളെ കൊണ്ടുപോയിട്ടെ ബാങ്കിൽ ഇടണം. ഒരു സേവിങ്സ് ആയിട്ട് ഇതെങ്കിലും കിടന്നോട്ടെ. അത് ശരി, അപ്പൊ ഇത് വെറുതെ ബാങ്കിൽ ഇടാൻ വേണ്ടിട്ടായിരുന്നോ? ഞാൻ വിചാരിച്ചു നീ എന്തോ വലിയ കാര്യത്തിന് ഇങ്ങനെ പൈസ എണ്ണി നോക്കാണെന്ന്. ഇതിപ്പോ വൈദ്യൻ കൽപ്പിച്ചതും രോഗി ഇച്ചതും ഒന്നായിന്ന് പറഞ്ഞ പോലെയല്ലോ. സത്യം പറഞ്ഞാലേ ഞാൻ 50,000 രൂപ കിട്ടാൻ വേണ്ടിട്ട് നട്ടം തിരിഞ്ഞ് നടക്കായിരുന്നു. ഇതിപ്പോ ഒരു 35,000 രൂപ കയ്യിലുണ്ടല്ലോ. അതിന്റെ കൂടെ ഒരു 15,000 രൂപയും കൂടെ എവിടുന്നേലും അറേഞ്ച് ചെയ്തിട്ട് ഒരു 50,000 രൂപയാക്കിയിട്ട് തരാൻ പറ്റും. 50,000 രൂപയോ? ഞാൻ എവിടുന്ന് അറേഞ്ച് ചെയ്ത് തരാൻ? നീ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് എന്റെ ഫ്രണ്ട്സ് ഇല്ലേ, 2-3 പേരോട് 5,000 രൂപ ചോദിച്ചാൽ 15,000 ആയില്ലേ? അവർക്ക് ഇത് വലിയ പൈസയാണോ? ഈ പൈസന്റെ ആവശ്യങ്ങളൊന്നും ഇതുവരെ തീർന്നില്ല. എന്നും വരുമല്ലോ ഇങ്ങനെ ഓരോരോ കാര്യങ്ങളും പറഞ്ഞിട്ട്. ഇപ്പൊ എന്തിനാ ഈ 50,000 കൊണ്ടുപോകുന്നേ? എടാ, അത് നമ്മുടെ കല്യാണ സമയത്തെ എല്ലാ കാര്യങ്ങളൊക്കെ പറഞ്ഞൊക്കെ സെറ്റിൽ ചെയ്തതാണ്.
അപ്പോഴാണ് പന്തലുകാരൻ വന്നിട്ട് പറയുന്നത് അവൻ 50,000 രൂപയാണെന്ന്. 30,000 രൂപയ്ക്ക് പന്തലിന്റെ പണി തീർത്തിട്ട് പോവാന്ന് പറഞ്ഞവനാണത്. എവിടുന്ന് പൈസ എടുത്തു കൊടുക്കാനാ? നിനക്കറിയാലോ കല്യാണം എന്ന് പറഞ്ഞ ഒരുപാട് ചെലവുകളുണ്ടാവുന്നു. എന്റെ കയ്യിലാണ് 5 പൈസ ഇല്ല. എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് എൻ്റെ ഒരു ചങ്ക് ഫ്രണ്ട് അനില് അവൻ വന്നിട്ട് ഇന്നാളെ നിന്റെ 50,000 എന്ന് പറഞ്ഞ് ഞങ്ങളുടെ എടുത്തു കൊടുത്തു. അവനുണ്ടല്ലോ ഇന്ന് വരെ ആ പൈസ എന്നോട് ചോദിച്ചിട്ടില്ല. നാളെ അവന്റെ കുഞ്ഞിന്റെ ഫസ്റ്റ് ബർത്ത്ഡേ. എന്നെ കൊണ്ട് ഒരുപാട് വലിയ സാധനങ്ങളൊന്നും വാങ്ങിക്കൊടുക്കാൻ പറ്റില്ല. അരപ്പവൻ എന്തെങ്കിലും വാങ്ങിക്കൊടുക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നിന്നോട് പൈസ ചോദിച്ചത്. അതൊക്കെ ശരിയാണ്. പക്ഷെ വേറെ ആരോടെങ്കിലും കുറച്ച് പൈസ അറേഞ്ച് ചെയ്തിട്ട് ആ കുഞ്ഞിന് എന്തെങ്കിലും വാങ്ങിക്കൊടുത്താ പോരെ? ഇതിപ്പോ ഞാൻ ഇതും തന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒന്നും ഉണ്ടാവില്ല. ചോദിക്കാൻ പറ്റുന്ന ആൾക്കാരോടൊക്കെ ഞാൻ ചോദിച്ചു. പക്ഷെ അവരുടെ കയ്യിലൊന്നും പൈസ ഇല്ല. പിന്നെ സ്ഥലക്കച്ചവടം നടക്കുമ്പോൾ കുറച്ച് പൈസ കയ്യിൽ വരുമ്പോൾ ഞാൻ വാങ്ങി കടങ്ങൾ അത് വെച്ചിട്ട് ഇങ്ങനെ കുറച്ചിങ്ങനെ വീട്ടിൽ കൊണ്ടിരിക്കുക. അത് ഞാൻ നിന്നോട് പറയുന്നില്ല എന്നുള്ളൂ. ഇതിപ്പോ എനിക്ക് വെറും കൈയോടെ അങ്ങോട്ട് പോകാനും പറ്റില്ല. നിന്നെ ബുദ്ധിമുട്ടിക്കാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്നാലും അത് കിട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്ക് വലിയ ഉപകാരമായി. നീ പേടിക്കൊന്നും വേണ്ട, ഞാൻ എങ്ങനെയല്ല പൈസ തിരിച്ചു തരാം. ഇല്ല, പേടിയൊന്നുമില്ല, ഞാൻ തരാം. ആ അമ്മ എനിക്ക് വലിയ ഫയർ ട്രക്ക് മേടിച്ചു തരോ? എത്ര ദിവസമായി ഞാൻ പറയുന്നത്. അതിനൊക്കെ ഒരുപാട് പൈസയാകില്ലേ മോനെ? അമ്മേനെ അതൊന്നും വാങ്ങാനുള്ള പൈസ ഇപ്പൊ ഇല്ല. പൈസ ഉണ്ടാകട്ടെ കേട്ടോ, അപ്പൊ വാങ്ങിത്തരാം. അമ്മ കൊറേ കുട്ടികളിന്ന് മെറ്റൽ കാർ, എനിക്ക് മാത്രം പ്ലാസ്റ്റിക് കാർ. എനിക്ക് ചെറിയൊരു മെറ്റൽ കാർ വാങ്ങിത്തരോ? നിനക്കെന്താ പ്ലാസ്റ്റിക് കാരം കൊണ്ട് കളിക്കാൻ പറ്റൂലേ? അത് വാങ്ങി തന്ന കഷ്ടപ്പാടെന്ന് എനിക്കറിയാം. ഇല്ലെങ്കിൽ ഇല്ലാത്ത പോലെ നടക്കണം. എന്റെ ഒരു ചെറുപ്പത്തിൽ ഇതുപോലെ ഇല്ലായിരുന്നു. പോയി വേറെ നീ കളിക്കാൻ നോക്കും. വലിയ കാറ് വേണമെന്ന് അവിടെ പണിയൊന്നുമില്ലല്ലോ. നിങ്ങൾ എന്താ കുഞ്ഞിനെ വഴക്ക് പറയുന്നത്? നിങ്ങളോട് ആ കാറ് വാങ്ങിത്തരാൻ പറഞ്ഞു. അതിന് നീ എന്തിനാണ് ചൂടാവുന്നത്? പിള്ളേരെ വളർത്തുമ്പോൾ മര്യാദയ്ക്ക് വളർത്തണം, അല്ലെങ്കിൽ ഒരു വഷളായി പോകും. മര്യാദയ്ക്ക് കുഞ്ഞിനെ വളർത്താൻ യോഗ്യതയുള്ള ഒരാള് നിങ്ങളെ പോലെ ആകാതിരുന്നാ മതി. അതേ എനിക്ക് പേടിയുള്ളൂ. എനിക്ക് എന്താണ് ഒരു കുറവ്? ഒരു കുറവുമില്ല. അവൻ എന്തെങ്കിലും സാധനം ആവശ്യമുണ്ടെങ്കിൽ എന്നോടല്ലേ വന്ന് ചോദിക്കുന്നത്? അച്ഛനായ നിങ്ങളോട് ഇന്ന് വരെ അവൻ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ചോദിച്ചിട്ട് കാര്യമുണ്ടോ? അവൻ ആവശ്യമുള്ള എന്തെങ്കിലും സാധനം വാങ്ങിക്കൊടുക്കാൻ നിങ്ങൾക്ക് ഇന്ന് വരെ കഴിഞ്ഞിട്ടുണ്ടോ? കുഞ്ഞിന് നല്ലൊരു ഡ്രസ്സ് വാങ്ങിക്കൊടുക്കട്ടെ ചോദിച്ചാൽ നിങ്ങൾ പറയും എന്തിനാടി വെറുതെ 50 രൂപന്റെ 75 രൂപന്റെ പോരെ വീട്ടിലിടാൻ, പുറത്തു പോകുമ്പോൾ നല്ലത് വാങ്ങിക്കൊടുക്കാന്ന്. എന്നിട്ട് നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു നല്ല ഡ്രസ്സ് വാങ്ങിക്കൊടുത്തിട്ടോ? വാങ്ങിക്കൊടുക്കാൻ എന്നെ സമ്മതിക്കാറുണ്ടോ? നിങ്ങൾക്ക് 100 ആവശ്യങ്ങളാണല്ലോ, ആ കടം ഈ കടം എന്ന് പറഞ്ഞിട്ട്. നിങ്ങൾ എന്താ കുഞ്ഞിനോട് പറഞ്ഞത്? ഇല്ലെങ്കിൽ ഇല്ലാത്ത പോലെ നടക്കണമെന്നോ? ഒരു കാറിന് വേണ്ടിയിട്ടേ എത്ര മാസങ്ങളായി അറിയോ എന്റെ മോൻ എന്റെ പുറകെ നടക്കുന്നത്? എനിക്ക് അവന് വാങ്ങിക്കൊടുക്കാൻ പറ്റാഞ്ഞിട്ടാ. സാലറി കിട്ടി വീട്ടിലെത്തുമ്പോഴത്തേക്കും 100 കാരണങ്ങൾ വരെ നിങ്ങൾ ഇത് വാങ്ങിയെടുക്കും. പിന്നെ ഉള്ള പൈസ കൊണ്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റുന്ന കഷ്ടപ്പാടേ അത് എനിക്ക് മാത്രമേ അറിയൂ. കല്യാണം കഴിഞ്ഞ് അന്ന് തുടങ്ങിയതല്ലേ. നിങ്ങളുടെ കടങ്ങൾ വീട്ടാൻ വേണ്ടി മാത്രമായിട്ട് ഞാൻ ജോലിക്ക് പോകുന്നു. നിങ്ങളുടെ കടങ്ങളൊക്കെ തീർക്കാൻ വേണ്ടിയാണോ നിങ്ങൾ എന്നെ കല്യാണം കഴിച്ചത്? നീ കുറെ നാളായാലും ആളായി സംസാരിച്ചോണ്ടിരിക്കുന്നത്. ഒരു ജോലി ഉണ്ടെന്ന് വിചാരിച്ചിട്ട്? എടി, ഭാര്യയും ഭർത്താവാണെങ്കിലേ ഇതൊക്കെ സർവ്വസാധാരണമാണ്. സർവ്വസാധാരണ ആണെന്നോ? അങ്ങനെ സാധാരണയായിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിന് ഒരു താലിമാല വാങ്ങിക്കൊടുക്കാൻ പോലും ഗതിയില്ല. കല്യാണം കഴിഞ്ഞപ്പോഴോ ഭാര്യനെയും മക്കളെ നോക്കാനുള്ള കഴിവുമില്ല. ഉള്ള ജോലിക്ക് എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് പോണില്ല. എന്നാ പിന്നെ ഇഷ്ടമുള്ള ജോലി കണ്ടുപിടിച്ച് പോയിക്കൂടെ? അതും ചെയ്യണില്ല. ഭാര്യ ജോലിക്ക് പോയി കൊണ്ടുവരുന്ന പൈസക്ക് വേണ്ടിയിട്ട് ഒരു ഉളുപ്പും ഇല്ലാണ്ട് കാത്തു നിൽക്കും. എന്നിട്ട് 100 നുണകളും പറഞ്ഞ് അത് വാങ്ങിയെടുക്കും. നിങ്ങൾ കല്യാണത്തിന് മുമ്പ് വരുത്തി വെച്ച കടം ഞാനാണോ തീർക്കേണ്ടത്? നിങ്ങൾ എനിക്ക് വേണ്ടി വാങ്ങിയ കടമാണ് അതോ പിള്ളേർക്ക് വേണ്ടി വാങ്ങിയ കടമാണ്? മക്കൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും ഇന്ന് വരെ ഉണ്ടാക്കിയിട്ടുണ്ടോ? പിന്നെ ഞാൻ എന്തിനാണ് ഈ രാവും പകലും പോയി അവിടെ ചെന്ന് കഷ്ടപ്പെടുന്നത്? നിങ്ങൾ കല്യാണത്തിന് മുമ്പ് വാങ്ങിക്കൂട്ടിയ കടങ്ങൾ മുഴുവൻ തീർക്കേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണ്. എന്നെ കണ്ടിട്ടാണോ നിങ്ങൾ കടങ്ങൾ വാങ്ങിക്കൂട്ടിയത്? എനിക്ക് വിവരമില്ലാത്തതുകൊണ്ട് നിങ്ങൾ പറയുന്ന എല്ലാത്തിനും ഞാൻ ഇതുവരെ തുള്ളി തന്നു. ഭർത്താവാണല്ലോ, ഭർത്താവിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഭാര്യമാരല്ലേ കൂടുതലും സപ്പോർട്ട് ചെയ്യേണ്ടത്. പക്ഷെ നിങ്ങൾ എന്റെ സ്നേഹവും വിശ്വാസമൊക്കെ മുതലെടുക്കുകയാണെന്ന് പിന്നെയല്ല എനിക്ക് മനസ്സിലായത്. നിങ്ങളൊരു കാര്യം കേട്ടോ, ഇനി മുതലേ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ
കഷ്ടപ്പെട്ട് അധ്വാനിച്ച് പൈസ ഉണ്ടാക്കിക്കും. എന്റെ ജോലിന്റെ പൈസ കേട്ട് എന്റെ പുറകെ വരാൻ നിൽക്കരുത്. 1 രൂപ ഞാൻ തരില്ല. മോനെ ഒന്ന് വാ. മോനെ എന്ത് വേണമെന്ന് പറഞ്ഞേ? ചെറിയൊരു മെറ്റൽ കാർ. അടുത്ത മാസം ശമ്പളം കിട്ടട്ടെ കേട്ടോ, വാങ്ങി തരാം.